ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നാം പറയാൻ പോകുന്നത് മീലി ആൻഡ് മോർ മോഡലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് മീലി ആൻഡ് മോർ മോഡൽ. അതായത് ഓട്ടോമേഷൻ, NFA DFA കൺവേർഷനും അതുപോലെ തന്നെ മീലി മോർ മെഷീൻ കൺവേർഷനുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ എന്താണ് മീലി ആൻഡ് മോർ മെഷീൻ മോഡൽ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഓട്ടോമേഷൻ തന്നെയാണ്. NFA പഠിച്ചതുപോലെയും DFA പഠിച്ചതുപോലെയും ഇതിലും തന്നെ ടപ്പിൾസ് ആയിട്ടാണ് പറയുക. ഓരോ ടപ്പിൾസും എന്താണ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക. ഒരേപോലുള്ള കാര്യങ്ങൾ ഒരേപോലെയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ NFA DFA തമ്മിലുള്ള സാമ്യതകൾ, വ്യത്യസ്തങ്ങൾ നോക്കുക. അതുപോലെ മീലി മെഷീനും മോർ മെഷീനും ഇതിലാകുമ്പോൾ 6 ടപ്പിൾസ് ഉണ്ടാകും, മറ്റേത് 5 ടപ്പിൾസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോന്ന് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കുക. അല്ലാതെ ഡിഫിക്കൽട്ടാണ് ഇത് മനസ്സിലാക്കാൻ. മീലി ആൻഡ് മോർ മോഡൽ. ഫസ്റ്റ് നമുക്ക് മോർ മെഷീനെ ഡിഫൈൻ ചെയ്യാം. എ മോർ മെഷീൻ ഈസ് എ 6 ടപ്പിൾ. നമ്മൾ മുന്നത്തെ എല്ലാ ഓട്ടോമേഷൻ പറയുമ്പോൾ 5 ടപ്പിളായിരുന്നു, ഇതിൽ 6 ടപ്പിളാണ്. അതിൽ ഒരു എക്സ്ട്രാ ലാംഡ, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും വരും. അതാണ് ഒരൊന്നധികം വരുന്നത്. അപ്പോൾ ആ 6 ടപ്പിൾസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ക്യൂ, സിഗ്മ, ഡെൽറ്റ. അതായത് 2 തരം ഡെൽറ്റയും ഉണ്ട്. ഡെൽ എന്നുള്ള ഡെൽറ്റയും ലാംഡ, ക്യൂ നോട്ട്. ഈ 6 ടപ്പിൾസാണുള്ളത്. ഇനി 6 ടപ്പിൾസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ മോർ മെഷീനായി. അപ്പോൾ സിമ്പിളാണ്, പക്ഷേ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് പറയുന്നത് തന്നെ. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോമൺ ആയിട്ട് എല്ലായിടത്തും പറയുന്നതിന് ക്യൂ, സിഗ്മ, ഡെൽറ്റ, പിന്നെ ലാംഡയാണ് എക്സ്ട്രാ ടേം വരുന്നത്. അത്തരം കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റുകളുടെ സെറ്റിനെയാണ് ക്യൂ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞ് ഇൻപുട്ട് ആൽഫബറ്റ്സ് ആണ്. അതായത് 0, 1 പോലുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ABC പോലുള്ള ആൽഫബറ്റുകളാണ്. ഇൻപുട്ട് ആൽഫബറ്റിനെയാണ് സിഗ്മ എന്ന് പറയുന്നത്. അതേസമയം ഡെൽറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആൽഫബറ്റാണ്. നമ്മൾ ഔട്ട്പുട്ട് ആൽഫബറ്റിനെ ഡിഫൈൻ ചെയ്യാറില്ലായിരുന്നു, പക്ഷേ ഇതിൽ ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ടിന് പകരം ഉള്ള ഔട്ട്പുട്ടിനെ കൂടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഡെൽ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആൽഫബറ്റാണ്. പിന്നെ നമുക്കറിയാം സ്മോൾ ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ. മുന്നത്തെ പോലെ തന്നെ ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. പക്ഷേ മോർ മെഷീനിലെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. മറ്റത് ഓർത്ത് വയ്ക്കുന്ന പോലെ തന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് സിഗ്മ ക്രോസ് ക്യൂ ഇൻറ്റു ക്യൂ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. സിഗ്മ ക്രോസ് ക്യൂ ഇൻറ്റു ക്യൂ. ഇൻപുട്ട് സിമ്പിളും ആ സ്റ്റേറ്റും കൂടി ചേരുമ്പോഴാണ് അടുത്തൊരു സ്റ്റേറ്റ് നമുക്ക് അവൈലബിൾ ആവുക. അതാണ് ആ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാംഡയാണ് എക്സ്ട്രാ വരുന്നത്. ലാംഡ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ്റെ മാപ്പിംഗ് ആണ്. ലാംഡ എന്ന് ഈ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ മാപ്പിംഗ് ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ്റെ മാപ്പിംഗ് ആണ്. അതെങ്ങനെയാണ് മാപ്പിംഗ് വരുന്നത്? ക്യൂ ഇൻറ്റു ഡെൽ. കാരണം ഈ ഡെല്ലാണെന്ത് ഔട്ട്പുട്ട് ആൽഫബറ്റിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അത് ഉപയോഗിക്കുന്നത്. അതായത് ക്യൂവിൽ നിന്ന് ഔട്ട്പുട്ട് ആൽഫബറ്റ് എന്ന് പറയുന്നത്. പിന്നെ ക്യൂ നോട്ട് ഈസ് എ ഇനീഷ്യൽ സ്റ്റേറ്റ്. ക്യൂ നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോന്നും ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് അവസാനം ഫൈനൽ സ്റ്റേറ്റ് പറയും. പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഇതിൽ ഡിഫൈൻ ചെയ്യാറില്ല. പകരം ലാംഡയും ഡെൽറ്റയും 2 എക്സ്ട്രാ ടേമുകളാണ് ഇതിലുള്ളത്. മോർ മെഷീൻ എന്ന് പറഞ്ഞു കേട്ടെങ്കിൽ 6 ടപ്പിൾസ് ആണെന്നും ഓരോ ടപ്പിൾസും എന്താണ് എന്നും മനസ്സിലാക്കുക. ഇനി അടുത്ത മീലി മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മോർ മെഷീനാണ്. എന്താണ് മോർ മെഷീൻ? മോർ മെഷീനും ഇതുപോലെ തന്നെ 6 ടപ്പിൾസ്, സെയിം 6 ടപ്പിൾസാണ്. അതിൽ ഫംഗ്ഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ക്യൂ, സിഗ്മ, ഡെൽറ്റ, ഡെൽ,
ലാംഡ ക്യൂ നോട്ട്. ഈ 6 ടപ്പിൾസ് തന്നെയാണ് മീലി മെഷീനിലുമുള്ളത്. ഓൾ ദ സിമ്പിൾസ് എക്സെപ്റ്റ് ലാംഡ ഹാസ് ദ സെയിം മീനിങ് ആസ് ഇൻ മോർ മെഷീൻ. എല്ലാം തന്നെ മീലിയിലാണെങ്കിലും മോർ മെഷീനിലാണെങ്കിലും സെയിം ആണ്. ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ലാംഡ എന്നുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷനിലെ മാപ്പിംഗ് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ. അത് മാത്രം മനസ്സിലാക്കുക. ലാംഡ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് സിഗ്മ ഇൻ ക്രോസ് ക്യൂ ഇൻറ്റു ക്യൂ ആണ്. മറ്റേത് എന്തായിരുന്നു? ക്യൂ ഇൻറ്റു ഡെൽറ്റ ആയിരുന്നു. അതേസമയം ഇവിടെ എന്താണ്? സിഗ്മ ടു ക്യൂ ടു ഡെൽറ്റയാണ് ഇവിടെയുള്ള മാപ്പിംഗ്. അതാണ് രണ്ട് ഡിഫറൻസ് എന്ന് പറയാം. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. അതാണത് ഡെഫിനിഷനിലുള്ള ഡിഫറൻസ്. ഡെഫിനിഷൻ പറയാൻ ഈസിയാണ്, മനസ്സിലാക്കുക. പിന്നെ എന്തൊക്കെയാണ് മീലി മോർ മെഷീനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ മോർ മെഷീനായിരുന്നു. പിന്നെ പറയുന്നത് മീലിയാണ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വ്യത്യാസം പറയുന്നത് ഫസ്റ്റിൽ മീലി മെഷീനിൽ പറയുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ബോത്ത് അപ്പോൺ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്ട്. അതായത് പ്രസൻറ്റ് സ്റ്റേറ്റിനെയും പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റിനെയും അപ്പോഴത്തെ ആ ഇൻപുട്ട് അതായത് സിഗ്മയെയും ഡിപ്പെൻഡ് ചെയ്യും എന്നതാണ് ഫസ്റ്റത്തെ മീലി മെഷീനിലെ ഫസ്റ്റ് പോയിൻ്റ്. അതേസമയം മോർ മെഷീനിൽ ആ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ എന്നതാണ്. അതായത് പ്രസൻറ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല, സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. ഇത് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മീലി മെഷീനിൽ പറയുന്നത് ഇറ്റ് ഹാസ് എ ഫേവർ സ്റ്റേറ്റ്സ് ദാൻ മോർ മെഷീൻ. മോർ മെഷീനേക്കാളും ഫേവറായിട്ടുള്ള സ്റ്റേറ്റുകൾ ഉള്ളത് മീലി മെഷീനിലാണ് എന്നാണ് പറയുന്നത്. അതേസമയം മോർ മെഷീനിൽ പറയുന്നത് ജനറലി ഇറ്റ് ഹാസ് മോർ സ്റ്റേറ്റ്സ് ദാൻ മീലി മെഷീൻ. മീലി മെഷീനേക്കാളും സ്റ്റേറ്റുകൾ കൂടുതൽ എപ്പോഴും ഉണ്ടാവൽ മീലി മെഷീനിലാണ് എന്നാണ് അടുത്ത് പറയുന്നത്. പിന്നെ മീലി മെഷീനിൽ പറയുന്ന അടുത്തൊരു പോയിന്റ് ദ വാല്യൂ ഓഫ് ദി ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി ട്രാൻസിഷൻസ് ആൻഡ് ദ ചേഞ്ചസ് വെൻ ദ ഔട്ട്പുട്ട് ലോജിക് ഓൺ ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് ഡൺ. ദ വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദി ട്രാൻസിഷൻ. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ ആയിട്ട് വരാൻ ട്രാൻസിഷൻ ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനും സെയിം ആയിട്ട് വരാം. ആൻഡ് ദ ചേഞ്ചസ് വെൻ ദ ഇൻപുട്ട് ലോജിക് ഓഫ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് ഡൺ. അതിൽ വല്ല ചേഞ്ചുകളും വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇൻപുട്ട് അടുത്ത ഔട്ട്പുട്ടിൽ ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. As a more measure the value of the output function a function of this current state and changes at the clock edges wherever state changes occur. അതായത് അതേസമയം മോർ മെഷീനിൽ പറയുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷനിലെ വാല്യൂവിലുണ്ടാവുന്ന കറണ്ട് സ്റ്റേജിൽ അപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേജിൽ ഔട്ട്പുട്ട് ഫംഗ്ഷനിലുണ്ടാകുന്ന ചേഞ്ചുകൾ മൊത്തമായിട്ട് ഓൾട്ടർ ചെയ്യുമെന്നാണ് മോർ മെഷീനിൽ പറയുന്നത്. അതാണ് ക്ലോക്ക് എഡ്ജസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മീലി മെഷീൻ റിയാക്ട് ട്രാൻസ്ഫർ ടു ഇൻപുട്ട്സ് ദേ ജനറലി റിയാക്ട് ഇൻ ദ സെയിം ക്ലോക്ക് സൈക്കിൾ. അതായത് ആ ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പീരീഡിനെയാണ് ക്ലോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. മീലി മെഷീൻ പറയുന്നത് റിയാക്ട് ട്രാൻസ്ഫർ ടു ഇൻപുട്ട്സ്, ഇൻപുട്ടിനെ ഒരു സ്പീഡിൽ അത് ജനറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ദേ ജനറലി റിയാക്ട് ഇൻ ദി സെയിം ക്ലോക്ക്. മീലി മെഷീൻ റിയാക്ട് ഫാസ്റ്റർ ടു ഇൻപുട്ട്. അതായത് പെട്ടെന്ന് തന്നെ അതായത് മോർ മെഷീനെ കമ്പയർ ചെയ്യുമ്പോഴാണ് പറയുന്നത്. ഇനി മോർ ലോജിക് ഈസ് ട്രിക്കോഡ് ഡീകോഡ് ദ ഔട്ട്പുട്ട് റിസൾട്ട് ഇൻ മോർ സർക്യൂട്ട് ഡിലേ. അതേസമയം മോർ മെഷീനിൽ കൂടുതൽ ഡീകോഡിങ് ഫംഗ്ഷനൊക്കെ ഉണ്ട്. അതായത് കോഡിങ് ഉണ്ടായിരിക്കും. നമ്മുടെ ഡാറ്റ മിസ്സാവാതിരിക്കാൻ കോഡിങ് നടത്തിയിട്ടുണ്ടാവും, എൻകോഡിങ് നടത്തിയിട്ടുണ്ടാവും. എൻകോഡിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കത് റീഡ് ചെയ്യണമെങ്കിൽ ഡീകോഡിങ് പ്രോസസ്സ് നടത്തണം. അപ്പോൾ ഡീകോഡിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം മീലി മെഷീനും ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫാസ്റ്ററായിട്ട് റിയാക്ഷൻ നടക്കും. അതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു എക്സാമ്പിൾ കൂടി പറയണം. എക്സാമ്പിൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വീഡിയോയും അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ എക്സാമ്പിളും കൺവേർഷനും ഒക്കെ പറയാം.
അപ്പോൾ എന്താണ് മീനിങ് മെഷീൻ, എന്താണ് മോഡൽ മെഷീൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റൊരു ഇതിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.